പ്രണയമാംഗല്യം. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിലാവെളിച്ചം മുറ്റത്തെ ചെമ്പരത്തിലകളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. ആ കൊച്ചു വാടക വീടിന്റെ ഉമ്മറപ്പടിയിൽ രാത്രിയുടെ നിശബ്ദതയിൽ രാഹുലിന്റെ തോളിലേക്ക് പ്രിയമെല്ലെ ചാഞ്ഞു. അവന്റെ വിരലുകൾക്കിടയിലൂടെ സ്വന്തം വിരലുകൾ കോർത്തു പിടിക്കുമ്പോൾ അവൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, രാഹുലേട്ടാ, ആ കാണുന്നതിലെ ഏറ്റവും തിളക്കുള്ള നക്ഷത്രം ഏതാണെന്നറിയോ? രാഹുൽ ആ ചോദ്യം കേട്ടൊന്ന് ചിരിച്ചു. ആകാശം നോക്കുന്നതിന് പകരം അവനവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നെറുകയിൽ പതുക്കെ ചുംബിച്ചുകൊണ്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, ഏറ്റവും വലിയ തിളക്കം അത് ആകാശത്തൊന്നുമല്ല പ്രിയേ, അതിൻ്റെ തൊട്ടടുത്തിരുന്ന് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. നിന്റെ ഈ കണ്ണുകളിൽ മിന്നുന്നൊരു പ്രകാശമുണ്ടല്ലോ, അതിനോളം വരില്ല മുകളിലുള്ള ഒരു നക്ഷത്രവും. പ്രിയയുടെ കവിളുകളിൽ ഒരു നുണക്കുഴി വിരിഞ്ഞു. അവൾ അവൻ്റെ കൈകളിൽ ഒന്നുകൂടെ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കണ്ട. നമുക്ക് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അത് മതി എനിക്ക് ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ. ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരുണ്ടായിരുന്നെങ്കിലും പരസ്പരം പകർന്നു നൽകിയ ആ സ്നേഹത്താൽ സ്വർഗതുല്യമായിരുന്നു ഇവരുടെ ജീവിതം. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആ വീടിന്റെ താളം തെറ്റിയിരിക്കുന്നു. ഒരിക്കൽ ചിരിയും വർത്തമാനവും നിറഞ്ഞിരുന്ന ഉമ്മർപ്പടിയിൽ പ്രിയ ഒറ്റയ്ക്കിരിക്കുന്നത് പതിവായി. രാത്രിയുടെ നിശബ്ദ കീറിമുറിച്ചുകൊണ്ട് ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ക്ലോക്കിലെ സൂചി 12 അടുത്തിട്ടുണ്ടാവും. വാതിൽ തുറന്ന അകത്തേക്ക് വരുന്ന രാഹുലിന്റെ കണ്ണുകളിൽ പഴയ തിളക്കമില്ല, പകരം വല്ലാത്തൊരു മരവിപ്പായിരുന്നു. രാവിലേട്ടാ, കൈ കഴിയുന്നേ, ഭക്ഷണം വിളമ്പിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവൾ നിർബന്ധപൂർവ്വം അവന്റെ കൈ പിടിച്ചു. ഒന്നും മിണ്ടാതെ രാഹുൽ വന്നിരുന്നു. പണ്ട് ഊണുമേശയിലിരുന്നാൽ തീരാത്ത വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നവരാണ്. എന്നാൽ ഇന്ന് പാത്രങ്ങൾ തമ്മിൽ തട്ടുന്ന ശബ്ദം മാത്രമാണ് അവിടെയുള്ളത്. ഇന്ന് കറിക്ക് ഉപ്പ് കുറവാണ് ഏട്ടാ? പ്രിയ അവനോട് ചോദിച്ചു. അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. രാഹുൽ യാന്ത്രികമായി ചോറ് വാരി വായിലേക്ക് ഇട്ടു. അവന്റെ കണ്ണുകൾ ദൂരേക്കങ്ങോ തറച്ചു നിൽക്കുകയായിരുന്നു. എന്താ ഏട്ടാ ഇങ്ങനെ? നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്ന ദിവസങ്ങളായി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? അവളുടെ സ്വരമിടറി. വാതിലിന്റെ പാളി വലിച്ചടക്കുന്നതിന് മുമ്പ് ഒഴുക്കൻ മട്ടിൽ അവൻ മറുപടി നൽകി, ഒരു പ്രശ്നമില്ല, നീ വെറുതെ ഓരോ സങ്കല്പിക്കണ്ട. ജോലി തിരക്കാണെന്ന് പറഞ്ഞില്ലേ, ആ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബന്ധങ്ങൾക്കിടയിലെ വിടയിലൂടെ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയ ആ ദിവസങ്ങളിലാണ് പ്രിയയുടെ ഏകാന്തതയിലേക്ക് ഒരു തണലായി സുദർശനൻ കടന്നു വരുന്നത്. മഴക്കാറുള്ള ഒരു വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അയാൾ ആദ്യമായി അവിടെ അടുത്തേക്ക് വന്നത്. വിഷമിക്കണ്ട, ഈ ബസ് ഉടനെ വരും. ഒത്തിരി നേരം കാത്തിരിക്കുന്നത്? വളരെ സൗമ്യമായ ചോദ്യം അവളുടെ ഉള്ളിലെവിടെയോ തൊട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ അയാൾ അവളുടെ മൗനങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കണ്ണുകളിൽ എന്തോ ഒരു സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ പ്രിയ എന്നയാൾ അലിവോടെ ചോദിച്ചപ്പോൾ വർഷങ്ങളായി താൻ ആഗ്രഹിച്ച ആ കരുതൽ അവൾ അയാളിൽ തിരിച്ചറിഞ്ഞു. രാവിലെ നിശബ്ദതയേക്കാൾ സുദർശന്റെ വാക്കുകൾക്ക് ചൂടുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ തന്റെ ആകുലതകൾ പങ്കുവെക്കാൻ പ്രിയക്ക് സുദർശൻ ഒരു സുരക്ഷിത താവളമായി മാറി. സുദർശൻ പതിയെ പതിയെ പ്രിയയുടെ വിശ്വാസം നേടിയെടുത്തു. പ്രിയ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അയാൾ മിക്ക ദിവസം ഒരു സ്ത്രീയുടെ കൂടെ കോഫി ഷോപ്പിലുണ്ടാവും. ദാ ഇത് നോക്ക്. സുദർശൻ തന്റെ ഫോണിലെ ഫോട്ടോകൾ പ്രിയക്ക് കാണിച്ചു കൊടുത്തു. രാവിലെ ഒരു യുവതിയുമായി വളരെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പ്രിയയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. സുദർശന്റെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. അയാൾ നിങ്ങളെ വഞ്ചിക്കുക, നിങ്ങളുടെ പണം പോലെ അയാൾ മറ്റെവിടെയോ ചെലവഴിക്കുക. യഥാർത്ഥത്തിൽ സുദർശൻ ഒരു കൊടും വഞ്ചകനായിരുന്നു. കുടുംബകാര്യങ്ങൾ മുതലെടുത്ത് സ്ത്രീകളെ കബളിപ്പിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നാൽ രാഹുലിന്റെ അവഗണനയിൽ നേറി കഴിയുന്ന പ്രിയക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇന്ന് പ്രിയയുടെ ജന്മദിനമായിരുന്നു. രാവിലെ മുതൽ അവളൊരു കൊച്ചുകുട്ടിയുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. രാവിലെ നിന്ന് നേരത്തെ വരുമായിരിക്കും. ഒരുപക്ഷെ തനിക്ക് ഇഷ്ടപ്പെട്ട ആ മുല്ലപ്പൂവോ അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മാനമോ കരുതിയിട്ടുണ്ടാവും. ചുരുങ്ങിയ പക്ഷം നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ആ പഴയ സ്നേഹത്തോടെ ഓർത്തിച്ചിരിക്കുമെങ്കിലുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി. 8, 9, 10. ഓരോ വട്ടം ഫോൺ ബില്ലടിക്കുമ്പോഴും അവൾ ഓടിച്ചെന്ന് നോക്കും. പക്ഷെ ഒരു മെസ്സേജ് പോലും വന്നില്ല. ഒടുവിൽ പതിയെ പോലെ 12 മണിയായപ്പോൾ വാതിൽ രാഹുലിന്റെ മുട്ട് കേട്ടു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് പഴയ മരവിച്ച മുഖം. പ്രിയയുടെ കണ്ണുകൾ അവന്റെ കൈകളിലേക്ക് നീണ്ടു. അവിടെ കരുതി വെച്ച സമ്മാനങ്ങളൊന്നും ഇല്ലായിരുന്നു. രാഹുലേട്ടാ, ഇന്ന് എന്താ ദിവസം എന്നറിയോ? വിറക്കുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. രാഹുൽ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് മറുപടി നൽകി. ഇന്ന് ബുധനാഴ്ച. എന്തേ? പ്രിയയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതല്ല, ഇന്നെന്റെ ജന്മദിനായിരുന്നു. ഒരു വാക്ക്, ഒരു ഹാപ്പി ബർത്ത്ഡേ പോലെ ഏട്ടൻ പറഞ്ഞില്ലല്ലോ. അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. രാഹുൽ ഒന്ന് തരിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ ഒരു നിമിഷം പരിഭ്രമവും സങ്കടവും മിന്നി മറഞ്ഞു. പക്ഷെ ഉടനെ തന്നെ അവനൊരു നെടുവീർപ്പോടെ ആ വികാരം ഉള്ളിലൊതുക്കി. ഓ, ജന്മദിനം. സോറി ബ്രേ, ഞാൻ ഈ തിരക്കിനുള്ളിൽ ശരിക്കും അത്. അവനൊന്ന് നിർത്തി. അവളുടെ മുഖത്തെ നിരാശ കണ്ടപ്പോൾ പതുക്കെ അവളുടെ തോൾ കൈവച്ച് അയാൾ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ പ്രിയ, ഹാപ്പി ബർത്ത്ഡേ. നമുക്കിത് പിന്നീട് ആഘോഷിക്കാം. ഇപ്പം എനിക്ക് വല്ലാത്ത തലവേദനയാ, ഒന്ന് കിടന്നാൽ മതി. ആഘോഷിക്കാനല്ലേ ഏട്ടാ, ഏട്ടൻ്റെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ ഏട്ടനിപ്പം എന്നെ ഓർക്കാൻ പോലും സമയമില്ലല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
പ്രിയെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ എന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കുമോ? അവന്റെ സ്വരത്തിൽ ദേഷ്യത്തെക്കാൾ ഉപരി വല്ലാത്തൊരു നിസ്സഹായതയുണ്ടായിരുന്നു. അവളെ ഒന്നുകൂടി നോക്കാതെ അവൻ മുറിയിലേക്ക് നടന്നു. പ്രിയ അവിടെ തകർന്ന് നിന്നുപോയി. നിർബന്ധിച്ച് പറയിപ്പിക്കണോ എന്ന് അത്രക്കായോ ഞാൻ ഏട്ടന്? അവളുടെ ഉള്ളിലെ സങ്കടം മെല്ലെ മെല്ലെ കനത്ത ദേഷ്യമായി മാറി. രാഹുലിന് ഇപ്പോൾ തന്നോടുള്ളത് വെറും കടമകൾ മാത്രമാണെന്നും സ്നേഹമെന്നോ പടിയിറങ്ങിപ്പോയെന്നും അവൾ ഉറപ്പിച്ചു. ആ രാത്രിയിലെ നിശബ്ദതയിൽ ഫോൺ ശബ്ദിച്ചപ്പോൾ അവൾ നോക്കി. സുദർശന്റെ മെസ്സേജ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. ഇനി ഒരുപാട് വർഷങ്ങളും നിങ്ങളുടെ മുഖത്തേ ചിരി മായ നിൽക്കട്ടെ. കരഞ്ഞു തീർക്കാനുള്ളതല്ല പ്രിയ നിങ്ങളുടെ ജീവിതം, ഇതുപോലെ ഇന്ന് ചിരിക്കാനുള്ളതാ. രാഹുലിന് നിർബന്ധപൂർവ്വമുള്ള ആശംസയേക്കാൾ സുദർശന്റെ ആ വരികൾ അവളുടെ മുറിയിൽ മരുന്ന് പോലെ പതിച്ചു. തന്റെ സ്നേഹവും സങ്കടവും മനസ്സിലാക്കാൻ രാഹുലിന് കഴിയുന്നില്ലെങ്കിൽ തന്നെ വിലമതിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചായുന്നതിൽ തെറ്റില്ലെന്ന് ആ നിമിഷം അവളുടെ മനസ്സ് മന്ത്രിച്ച്. ഒരു ശനിയാഴ്ച രാത്രി രാഹുൽ വന്നപ്പോൾ പ്രിയ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്കിപ്പോ ഈ വീട് ഞാനൊരു ഭാരാണല്ലേ? ആരോട് നിങ്ങൾ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്? രാത്രി മുഴുവൻ ആരുടെ കൂടിയാ നിങ്ങൾ കറങ്ങി കിടക്കുന്നത്? പ്രിയയുടെ ശബ്ദമിടറി. രാഹുലൊന്നും മിണ്ടിയില്ല. അവൻ തന്നെ ലാപ്ടോപ്പ് ബാഗ് മേശപ്പുറത്ത് വെച്ച് തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു. അവന്റെ മൗനം പ്രിയയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. എനിക്ക് അവനെ സഹിക്കാനാവില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. അവൾ ബാഗുമായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മേശപ്പുറത്തിരുന്ന രാഹുലിന്റെ ബാഗ് തട്ടി താഴെ വീണു. അതിൽ നിന്നൊരു പഴയ ഡയറി പുറത്തേക്ക് തെറിച്ചു. ദേഷ്യത്തോടെ ഡയറി എറിഞ്ഞളയാൻ തുടങ്ങിയ പ്രിയ അതിന്റെ പുറംചട്ടിൽ സ്വന്തം പേര് കണ്ട് നിശ്ചലമായി. വിറക്കുന്ന കൈകളോടെ അവൾ അത് തുറന്നു. അതിൽ ഓരോ ദിവസത്തെയും കണക്കുകളായിരുന്നു. ജൂൺ 10 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഓഫീസിൽ വർക്ക്. വൈകുന്നേരം 4:30 മുതൽ ഏകദേശം രാത്രി 8 മണി വരെ ഹോം അപ്ലയൻസസ് കടയിൽ വീട്ടുപകരണങ്ങൾ ഗോഡൌണിലേക്ക് കണ്ടെയ്നറിൽ നിന്ന് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചെയ്യുന്ന ജോലി. 3.5 മണിക്കൂർ അധികം ജോലി ചെയ്തു. 1000 രൂപ അധികം കിട്ടി. രാത്രി 8:30 മുതൽ ഏകദേശം 12 വരെ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഹോം ഡെലിവറി ചെയ്യുന്ന ജോലി. പ്രിയയുടെ വീടെന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി. ഓഗസ്റ്റ് 5 പുതിയ ഷർട്ട് വാങ്ങുന്നത് ഒഴിവാക്കി 800 രൂപ ചിട്ടിയിലേക്ക് മാറ്റി. വിറക്കുന്ന വിരലുകളോടെ പ്രിയ ഡയറിയുടെ അവസാന പേജ് മറിച്ചു. അവിടെ മഷി പടർന്ന അക്ഷരങ്ങളിൽ രാഹുൽ ഇങ്ങനെ കുറിച്ചിരുന്നു. പ്രിയക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് അവളുടെ വലിയ സ്വപ്നമാണ്. ഈ വാടക വീട്ടിലെ ചോർച്ച അസൗകര്യങ്ങളും അവൾ സഹിക്കുന്ന എനിക്ക് കാണാൻ വയ്യ. അടുത്ത മാസം അവളുടെ പേരിൽ ഒരു ചെറിയ വീടിന്റെ അഡ്വാൻസ് നൽകണം. അവളറിയാതെ ഈ സർപ്രൈസ് നൽകാനാ ഞാൻ ഓരോ രാത്രിയും ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നത്. അവൾക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ ആ പുതിയ വീടിന്റെ ഉമ്മറത്ത് അവൾ ചിരിച്ചു നിൽക്കുന്ന കാണുമ്പോൾ എന്നെ ഈ തളർച്ചയെല്ലാം മാറും. ഡയറി വായിച്ചു തീർന്നപ്പോഴേക്കും പ്രിയയുടെ ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. കണ്ണുനീർത്തുള്ളികൾ ആ പേജിലെ അക്ഷരങ്ങളെ നനച്ചു. ആ ഡയറിക്കൊപ്പം ഇരുന്ന ചില ഫോട്ടോകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ ഒരു സ്ത്രീയും ഒന്നിച്ചുള്ള ചിത്രങ്ങളായിരുന്നു അത്. സുദർശൻ പലപ്പോഴും പ്രിയയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുപാകാൻ ഉപയോഗിച്ച അതേ ചിത്രങ്ങൾ. അപ്പോഴേക്ക് രാഹുൽ ഉറക്കമുണർന്നിരുന്നു. കരയുന്ന പ്രിയയും കയ്യിലെ ഡയറിയും കണ്ടപ്പോൾ അവനെല്ലാം മനസ്സിലായി. ആ ഫോട്ടോകളിലെ സ്ത്രീയെക്കുറിച്ച് അവൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചപ്പോൾ രാഹുൽ പതിയെ ചിരിച്ചു. അതിന്റെ ക്ലാസ്മേറ്റ് KSFE സ്റ്റാഫായിട്ടുള്ള രേഷ്മയാണ് പ്രിയെ. ഞാൻ വീഴ്ച പിടിക്കുന്ന ഓരോ രൂപയും ചിട്ടിയിലൂടെ വലിയൊരു തുകയാക്കി മാറ്റാൻ എന്നെ സഹായിച്ചത് അവളാണ്. ബാങ്കിൽ പോകാനേക്ക് സമയമില്ലാത്തതുകൊണ്ട് അവൾ നേരിട്ട് വന്ന് പണം കളക്ട് ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ രേഷ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കുടിച്ചിരുന്ന ആ ചായ പോലും എന്നെ പണം ചെലവാകാതിരിക്കാൻ അവൾ നൽകിയ ട്രീറ്റുകളായിരുന്നു. സുദർശൻ എന്ന വഞ്ചകൻ തുന്നിച്ചേർത്ത് നുണക്കഥകൾ പ്രിയ അപ്പോഴാണ് പൂർണ്ണമായും തിരിച്ചറിഞ്ഞത്. തന്റെ വീടിന്റെ താളം തെറ്റിക്കാൻ വന്ന ആ നിഴലിനെ ഓർത്തപ്പോൾ അവൾക്ക് അറപ്പ് തോന്നി. അവൾ ഓടിച്ചെന്ന് രാഹുലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ രാഹുലേട്ട, നിങ്ങളുടെ മൗനം ഇത്രയും വലിയൊരു സ്നേഹമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെ ഞാൻ സംശയിച്ചല്ലോ. ആൾ അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തേങ്ങി. രാഹുൽ അവിടെ നെറുകയിൽ തലോടി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്കൊരു വീട് നൽകുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല പ്രിയേ. നിന്റെ ചിരിയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അവൾ പതുക്കെ തലയുയർത്തി രാഹുലിനെ നോക്കി. ഉറക്കമില്ലാത്ത രാപ്പലുകൾ അവന്റെ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ വീഴ്ത്തിയിരിക്കുന്നു. ഭാരമേറിയ ജോലികൾ ചെയ്ത് അവന്റെ കൈകൾ തഴമ്പിച്ചിരിക്കുന്നു. പ്രിയ തന്റെ ഫോൺ എടുത്ത് സുദർശന്റെ നമ്പർ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്തു. ആ പഴയ വാടക വീടിന്റെ ഉമ്മറപ്പടിയിൽ അവരൊന്നിച്ചിരുന്നു. പണ്ട് രാഹുൽ പറഞ്ഞ ആ വാക്കുകൾ പ്രിയ ഓർത്തു. ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ തിളക്കം നിന്റെ കണ്ണുകൾക്കുണ്ട്. ഇന്നാ തിളക്കം തിരിച്ചറിവിന്റെയും കലർപ്പില്ലാത്ത പ്രണയത്തിൻ്റെതുമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കയ്പുണ്ടായിരുന്നെങ്കിലും പരസ്പരം പകർ നൽകിയ ആ സ്നേഹത്താൽ സ്വർഗതുല്യമായിരുന്നു അവരുടെ ജീവിതം. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് പിന്നിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ത്യാഗങ്ങളുണ്ടാവും. സംശയങ്ങൾക്ക് കാത് നൽകുന്നതിനേക്കാൾ മുമ്പ് ആ ഹൃദയമിടിപ്പൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ട്. ശബ്ദത്തെയും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ജലദോഷവും തൊണ്ടവേദനയാണ്. അപ്പോൾ കഥ പറയാതിരിക്കാനാവില്ലെന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കഥ പറഞ്ഞത് അപ്ലോഡ് ചെയ്തതും. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ശബ്ദത്തിന് ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഥ പറഞ്ഞത്.